എഴുതി പൊടി പിന്നെ എന്റെ മോളെ എനിക്ക് വന്നേ ദരിദ്രവാസികളാണ്, വേറെ ആരും നിങ്ങളുടെ തന്തയായിട്ട് കിട്ടിയില്ല. അതിലെനിക്ക് ചിലപ്പോ വിഷമൊക്കെ തോന്നാറുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ഞാൻ അപ്പനായി കൊടുക്കൂ. മനസ്സുകൊണ്ട് നിങ്ങളല്ലയോ അപ്പനും മോളും. സാത്താനും ദൈവത്തെ തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ എനിക്കുണ്ട്. കളിച്ച് അപ്പന്റെ ആടിയെ പിടിച്ചാണോടി കുഞ്ഞാരാജ് കളിക്കുന്നു. അല്ലങ്ങളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിടാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞാൻ കോടതിയിൽ ചെല്ലുന്നത് എന്റെ ഭാര്യയ്ക്ക് നാണക്കേടാണ് പോലും. അതിന് ചെറ്റത്തിനെ കാണിക്കോ? കേസ് ഫയൽ ചെയ്യണം. ഇനി സ്വന്തം കേസും കൂടെ വാദിച്ച് നോക്കാനുള്ളൂ. നോക്കണ്ട, കഴിഞ്ഞ 15 വർഷം ഈ ഒരു കേസ് ജയിക്കണ്ട. മര്യാദക്കൊന്ന് വാദിച്ചിട്ട് അതെന്റെ കുറ്റമല്ല. ഒരിക്കലും ഓപ്പോസിറ്റ് വക്കീലുമാർക്ക് പണി അറിയാവുന്നത്. എന്റെ മോളെ ഇവൻ കോടതി വാദിക്കാൻ എഴുന്നേൽക്കുമ്പോ ജഡ്ജി ഉൾപ്പെടെ ചുറ്റും എല്ലാരും വിളിക്കുന്നേ കോമാളി വക്കീലെന്ന്. എല്ലാവരും ഒന്നും അല്ല. എന്റെ ഭാര്യ അതിലൊരു തെറ്റു. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ കോമാളി ആയത്. ആരുടെ കുഴപ്പം? അല്ല, ബോധമുള്ള ഏതെങ്കിലും വക്കീല് സ്വന്തം ജൂനിയർ വക്കീലിനെ കെട്ടോ? അറിഞ്ഞുകൊണ്ടാണോ കെണിയിൽ കയറുന്നത്? ഇപ്പൊ കയറി ഇരുന്നല്ലോ. ഇനി അതും തൂക്കി പിടിച്ച് നടന്നു. ഇന്ന് ഈ ചെയ്തത് അങ്ങളുടെ അപമാനിക്കാവുന്നതിന് അങ്ങേ. ഇന്ന് കോടതി പോയത് ഇന്നും ഇവ തോന്നെ 3. എന്റെ മോളെ അമ്പലത്തിൽ നിന്ന് കഥനാ മോഷിച്ച് ഒരുത്തൻ ഇവന്റെ കാച്ച്. ഇവന്റെ വാദം കഴിയുമ്പോ നമുക്ക് അതിനാ മാത്രമല്ല ISRO റോക്കറ്റ് വരെ മോഷിച്ചിട്ടുണ്ടെന്ന് ജഡ്ജിക്ക് തോന്നുന്നു. മറ്റു അധികം മറക്കണ്ട.